ഞാൻ ഏവരെയും സ്വാഗതം ചെയ്യുകയാണ് ഓഡിയോ ലോഞ്ച് ഇവന്റ് ആൻഡ് ദി പ്രീ ലോഞ്ച് ഇവന്റ് ഓഫ് തങ്കമണി. പക്ഷേ എനിക്കറിയാം നിങ്ങൾ എല്ലാവരെയും ഇന്നത്തെ ഈ ഒരു ഇവന്റിലേക്ക് ഒഫീഷ്യൽ ആയിട്ട് സ്വാഗതം ചെയ്യുന്നത് ഞാനല്ല. എനിക്ക് തോന്നുന്നു റാഫി സാർ ഇവിടെ ഇരിക്കുമ്പോൾ റാഫി സാർ തന്നെയാണ് എല്ലാവരെയും ഇന്നത്തെ ഈ ഒരു യാത്രയ്ക്ക് സ്വാഗതം ചെയ്യുന്നത്. ഒരു നല്ല കയ്യൊരു കൂടി തന്നെ, കാരണം ഈ ഒരു സിനിമ നമ്മളിലേക്ക് എത്തിക്കുന്നത് റാഫി സാറാണ്. റാഫി സാറിനെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഒരു നല്ല കയ്യടി നമുക്ക് റാഫി സാർ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഇഫാഖ് മീഡിയയുടെ 18ാമത് സിനിമയാണ്. യെസ് ഓണം. നമസ്കാരം. ഇന്ന് ഈ വേദി ചൗധരി സാർ കൂടി വരേണ്ടിയിരുന്നതാണ്. ചില കാരണങ്ങളാൽ അദ്ദേഹത്തിന് വരാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് സ്വാഗതം പറയാൻ ഞാൻ ഈ വേദിയിലെത്തി. ജനപ്രിയ നായകന്റെ 148ാമത്തെ ചിത്രമായി ചിത്രീകരണം ആരംഭിച്ചു. തങ്കമണി എന്ന പേരിൽ ടൈറ്റിൽ അനൗൺസ് ചെയ്ത് ചില വിഷയങ്ങൾ കാരണം അല്പം വൈകിയാണെങ്കിലും തങ്കമണി എന്ന പേരിൽ തന്നെ മാർച്ച് 7-ാം തീയതി ഈ സിനിമ ലോകമെമ്പാടും റിലീസ് ചെയ്യപ്പെടുകയാണ്. ഇനി സൂപ്പർ ഡോട്ട് ഫിലിംസിന്റെ പേരിലും ഇഫാഖ് മീഡിയയുടെ പേരിലും ഏവർക്കും ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. എല്ലാവരുടെയും സഹകരണം തുടർന്നും ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ചടങ്ങുകളിലേക്ക് കൈമാറും. എത്തിച്ചേർന്നത് എനിക്ക് തോന്നുന്നു നമ്മളെല്ലാവരും കുറച്ച് മാസങ്ങളായി ഈ തങ്കമണിയെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. പക്ഷെ ഇതിന്റെ ടീസർ ഇറങ്ങിയത് മുതലാണ് എല്ലാവരും വളരെ എക്സൈറ്റഡ് ആയത്. കാരണം അതിന് കേൾപ്പുള്ള ഒരു ടീച്ചറിനെ എനിക്ക് തോന്നുന്നു ആ സ്വാഗതം കഴിഞ്ഞ ദിവസം നമ്മളിവിടെ തുടങ്ങുമ്പോൾ അതേ ഒരു പവറിൽ തുടങ്ങും. ഇന്ന് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നമ്മുടെ കാസ്റ്റ് ആൻഡ് ക്രൂവിന്റെ ഒപ്പം വരുന്നുകൊണ്ട് നമ്മുടെ എല്ലാ ഗസ്റ്റിനോടും ഒപ്പം വരുന്നുകൊണ്ട് ലെറ്റ്സ് വാച്ച് ദ ടീസർ ഓഫ് തങ്കമണി. ഒരു ലുക്ക് എന്റെ അമ്മോ, ഒരു രക്ഷയില്ല. ഇതിന്റെ മുഖമാണ് നമ്മൾ കണ്ടതെങ്കിൽ ഇതിന് പിന്നിലാവുന്നത്. സോ തങ്കമണി നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് the writer and director. Ladies and gentlemen, this is the man behind us. നല്ല കൈയുടെ നമുക്ക് സ്വാഗതം ചെയ്യാം പ്രതീഷ് രഘുനന്ദൻ. എല്ലാ സ്ഥലത്തും പ്രതീക്ഷകൾ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇത് ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു മൂവിയാണ്, ബട്ട് ഒരു ഫിക്ഷണൽ മൂവിയാണ്. എന്താണ് തങ്കമണി? വിശദീകരിക്കണം ഞാൻ കരുതുന്നില്ല. കാരണം നമ്മുടെ സിനിമ അനൗൺസ് ചെയ്ത് ടൈറ്റിൽ അനൗൺസ് ചെയ്ത ആ ദിവസം മുതൽ ഇന്ന് വരെ തങ്കമണി ചർച്ച ചെയ്തിട്ടുണ്ട്. ഒരുപാട് യൂട്യൂബേഴ്സും ഒരുപാട് മാധ്യമ സ്ഥാപനങ്ങളും വളരെ ഗംഭീരമായി തന്നെ എന്താണ് തങ്കമണി സംഭവം എന്ന് നിങ്ങളിലേക്ക് എത്തിച്ചത്. അപ്പോൾ നമ്മുടെ ആ നാട് അനുഭവിച്ച ട്രോമയാണ് നമ്മുടെ സിനിമയുടെ കോർ. അതാണ് തങ്കമണിയുടെ ഈ തങ്കമണിയുടെ ഒരു യാത്ര എങ്ങനെയുണ്ടായിരുന്നു? നമ്മുടെ ഒരു യാത്ര, കാരണം ഒരുപാട് പേര് നമുക്ക് മുമ്പിൽ കാണാം. എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു യാത്ര തുടങ്ങുന്നത്? എനിക്ക് കുറേ പേരെ പറയാൻ അതൊന്നും തുടങ്ങും. ഏറ്റവും ബഹുമാനിക്കുന്ന ആദരിക്കുന്ന ജോഷി സാർ, ഗിരിവേട്ടൻ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ടവർ. ഒരു ഗിരിവേട്ടൻ ഈ സിനിമ ചെയ്യാമെന്ന് സമ്മതിച്ചതിന് ശേഷമുള്ള ഒരു 15 മാസത്തെ യാത്ര റിലീസിന് 10 ദിവസം മുമ്പ് എത്തി നിൽക്കുകയാണ്. അതിന് മുമ്പോട്ടൊരു റിസർച്ച് പാർട്ടും എഴുതുന്ന സമയമൊക്കെ ഉണ്ട്. ഞാൻ എടുക്കേണ്ട ഒരു സമയമാണ്. ഞാൻ അതിനെക്കുറിച്ച് പറയുന്നത്. എൻ്റെ ആദ്യ സിനിമയായ ഉടൽ എന്ന ആ സിനിമ നൽകിയ സൗഭാഗ്യമാണ് തങ്കമണി. ഉടലിന്റെ ആദ്യ സഹനിർമ്മാതാവായ സജിത് കൃഷ്ണ ഈ സിനിമയുടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറും ഡിസ്ട്രിബ്യൂട്ടറുമായ സുജിത് ജെ നായരെ പരിചയപ്പെടുത്തുന്നതാണ് യഥാർത്ഥത്തിൽ തങ്കമണിയുടെ തുടക്കം. ആദ്യം തിരക്കഥ വായിക്കുന്നത് അദ്ദേഹമാണ്. അദ്ദേഹത്തിലൂടെ ഞാൻ ദിലീപേട്ടനിലേക്ക് എത്തുന്നു. ഉടൽ എന്ന സിനിമ കണ്ടിട്ട് ദിലീപേട്ടൻ എന്നെ വിളിച്ചതാണ്. സിനിമ ഗംഭീരമായിരുന്നു, നന്നായിട്ടുണ്ട് എന്നൊക്കെ പറയാൻ. ആ കോഡ് വെക്കുന്നതിന് മുമ്പ് ഞാൻ ദിലീപേട്ടനോട് പറഞ്ഞു, ഒരു ചെറിയ ആപ്ലിക്കേഷൻ അവിടെ കയറ്റി വെച്ചു, ദിലീപേട്ടൻ്റെ ഒരു കഥ ഉണ്ടെന്ന് കേൾക്കണം. അപ്പൊ അത് എനി ടൈം അങ്ങനെ ഞാൻ ദിലീപേട്ടനെ കാണാം. ദിലീപേട്ടൻ കഥ കേട്ട ആ ദിവസം തന്നെ ഈ പ്രോജക്റ്റ് ഓണായി എന്ന് പറഞ്ഞു. കഥ കേട്ടു. അപ്പൊ തന്നെ നമുക്ക് ചെയ്യാമെന്ന് സമ്മതിക്കുന്നു. പിന്നീട് തുടങ്ങിയ യാത്രയാണ്. അപ്പോ സുജിതേട്ടനെ കുറിച്ച്, സുജിതേട്ടനാണ് ഒരു വേറൊരു രീതിയിൽ ദിലീപേട്ടനിലേക്ക് എന്നെ എത്തിക്കുന്നത്.
സൂപ്പർ ഗുഡ് ഫിലിംസ് പോലെ ഒരു വലിയ ബാനറിനെ ഈ സിനിമയിലേക്ക് കൊണ്ടുവരുന്നത്. റാഫിക്കെ പോലെ ഒരു വലിയ പ്രൊഡ്യൂസറിനെ സൂപ്പർ ഗുഡ് ഫിലിംസ് നേരത്തെ പറഞ്ഞതുപോലെ 100 സിനിമകളാണ്, ഒരുപാട് ഗംഭീര സിനിമകൾ നമുക്ക് നൽകിയ ബാനറാണ്. ഒപ്പം 18 സിനിമകൾ ചെയ്ത റാഫിക്ക ഈ രണ്ടുപേരെയും കൊണ്ടുവരുന്നു. ഞാൻ സുധീരനോട് അത്രയധികം കടപ്പെട്ടിട്ടുണ്ട്. കാരണം ഒരുപാട് പൈസയുള്ള പ്രൊഡ്യൂസേഴ്സിനെ കൊണ്ട് ഇത് എക്സിക്യൂട്ട് ചെയ്യുക എന്നതിനപ്പുറത്തേക്ക് തിരക്കഥ പൂർണ്ണമായി മനസ്സിലാക്കുന്ന ഒരാൾ എക്സിക്യൂഷൻ പാർട്ണർ ഉണ്ടാകുക എന്ന് പറയുന്നത് ഒരു വലിയ ഭാഗ്യമാണ് ഏതൊരു ഡയറക്ടറെ സംബന്ധിച്ച്. ആ ഒരു ക്രിയേറ്റീവ് ഇടപെടലുകൾ ഉൾപ്പെടെ ഈ സിനിമയ്ക്ക് ഞാൻ ആവശ്യപ്പെട്ട എല്ലാ ഫെസിലിറ്റിയും എത്തിച്ചു തന്ന ആളാണ് സുജിത് നായർ. സുജിത്തേടാ ഒരിക്കലും പറഞ്ഞു പ്രൊഡ്യൂസേഴ്സിനെ കുറിച്ച് ഞാൻ ചെന്നൈയിലേക്ക് സുജിത്തേട്ടനാണ് എന്നെ ചൗധരി സാറിന്റെ മുന്നിലേക്ക് കൊണ്ടുപോകുന്നത്. ചൗധരി സാറിനോട് കഥ പറഞ്ഞു, ഡീറ്റെയിലായി കഥ പറഞ്ഞു. അപ്പൊ തന്നെ പുള്ളി ചെയ്യാമെന്ന് സമ്മതിച്ചു. അതിനുശേഷം ഈ 15 മാസം കഴിയുമ്പോൾ സിനിമ തുടങ്ങിയതിന് ശേഷം അദ്ദേഹം എന്നെ വിളിച്ചിട്ടേ ഇല്ല, സംസാരിച്ചിട്ടേ ഇല്ല. 5 ദിവസം മുൻപ് ഈ സിനിമയുടെ ഫസ്റ്റ് കോപ്പി ചെന്നൈയിൽ അദ്ദേഹം കണ്ടതിന് ശേഷം മാത്രമാണ് അദ്ദേഹം എന്നെ വിളിക്കുന്നത്. 2 വാക്ക്, തമ്പി നല്ലാർക്ക് പ്രഭാതമാണ്. അതിനിടയിലുള്ള ഒന്നിനെ കുറിച്ച് എനിക്കറിയില്ല ഈ സിനിമയ്ക്ക് എത്ര ബഡ്ജറ്റായിരുന്നു. റാഫിക്ക എന്നോട് പറഞ്ഞിട്ടില്ല. റാഫിക്ക 2 തവണ മറ്റാണ് ലൊക്കേഷനിൽ വന്നിട്ടുള്ളത്. ഇതുവരെ റാഫിക്ക എനിക്ക് തോന്നുന്നു റാഫിക്ക കഥ കേട്ടിട്ടില്ല, തിരക്കഥ വായിച്ചിട്ടില്ല. അതോ തക്കോടി സംഭവം അറിയാൻ തോന്നുന്നു. എന്നോട് കഥ ചോദിച്ചിട്ടില്ല, ഇതിന്റെ തിരക്കഥ എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടില്ല, എന്തൊക്കെ ഫെസിലിറ്റി വേണമെന്ന് ചോദിച്ചിട്ടില്ല. ഈ 3 പേർ ഞാൻ ചോദിച്ച എല്ലാ സംഗതികളും, എല്ലാ താരങ്ങളെയും, എല്ലാ ഫെസിലിറ്റികളും തന്നതുകൊണ്ടാണ് എനിക്ക് ഇത്ര ലിബർട്ടിയോടെ ഈ സിനിമ പൂർത്തിയാക്കാനാകുന്നത്. വാക്കുകളിൽ ഒതുങ്ങുന്നതല്ല ആ നന്ദി. കാരണം ഒരു ചെറിയ സിനിമ ചെയ്തതിനു ശേഷം ഉടൻ പോലെ 1.5 കോടി രൂപയുടെ ബഡ്ജറ്റ് ചെയ്ത സിനിമയാണോ ഉടൻ. അതിൽ നിന്ന് 25 കോടിക്കപ്പുറത്തേക്ക് എന്നെ വിശ്വസിച്ച് എന്നെ ട്രസ്റ്റ് ചെയ്ത് മുടക്കാൻ തീരുമാനിക്കുന്ന ആ 3 പേരെ എങ്ങനെയാണ് എന്റെ നന്ദി അറിയിക്കണമെന്ന് എനിക്കറിയില്ല, ഒരിക്കലും മറക്കില്ല. എനിക്ക് തന്ന ആ സ്വാതന്ത്ര്യം. ദിലീപേട്ടനെ കുറിച്ച് ഇത്തിരി വൈകി പറയാമെന്ന് കരുതിയത്, ഞാൻ ഒരിക്കലും ഒരു 100% കോൺഫിഡൻസോടെ അല്ല കഥയെക്കുറിച്ചോ തിരക്കഥയെക്കുറിച്ചോ അല്ല, 100% കോൺഫിഡൻസോടെ അല്ല ദിലീപേട്ടന്റെ അരികിലേക്ക് ഞാൻ ഈ കഥ പറയാനായി പോകുന്നത്. കാരണം ദിലീപേട്ടന്റെ സ്ട്രോങ് സ്റ്റോൺ എന്താണെന്ന് നമുക്കറിയാം. ഔട്ട് ആൻഡ് ഔട്ട് ഹ്യൂമർ, ഒരുപാട് ഗംഭീര പടങ്ങൾ, പഞ്ചാബി ഹൗസും ഒക്കെ പോലെയുള്ള ഗംഭീര കല്യാണരാമനും കുഞ്ഞുകുഞ്ഞനും ജാഗ്രത പോലെയുള്ള ഗംഭീര സിനിമകൾ നമുക്ക് തന്ന മലയാളി ഇത്രയേറെ ചിരിപ്പിച്ച മറ്റൊരു നടനുണ്ടാകില്ല. അദ്ദേഹത്തോടാണ് ഞാൻ തങ്കമണി പോലെ നടന്ന സംഭവം പറയാൻ പോകുന്നത്. അദ്ദേഹത്തിന് എങ്ങനെ എടുക്കും, ഈ കഥാപാത്രത്തെ എങ്ങനെ കാണും. ഒരു നല്ല വാക്കുകൾ എന്നെ വിളിച്ച് പറഞ്ഞെങ്കിലും ഇത്രയും വലിയൊരു സിനിമ എന്നെ വിശ്വസിച്ച് എങ്ങനെ ഡേറ്റ് തരുമെന്നൊക്കെയുള്ള കൺഫ്യൂഷനിലാണ് പോയത്. ആഫ്റ്റർ ഓൾ പക്ഷെ ഡേറ്റ് തന്നതിന് ശേഷം ഈ നിമിഷം വരെ 30 വർഷത്തെ ദിലീപ് എന്ന നടന്റെ 10 വർഷത്തെ സഹസംവിധായകൻ എന്ന ദിലീപ് എന്ന അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് എന്നെ എത്രത്തോളം സഹായിച്ചെന്ന് ഈ വേദിയിൽ ചുരുങ്ങിയ സമയം കൊണ്ട് എനിക്ക് വിശദീകരിക്കാനാകില്ല. അത്രമേൽ എന്നെ ട്രസ്റ്റ് ചെയ്തു, അത്രമേൽ എന്നെ സപ്പോർട്ട് ചെയ്തു. എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് തുറന്ന് പറയുന്നതിൽ ഒരു മടിയുമുള്ള ആളാണ് ഞാൻ. ഒരാളോടൊപ്പം അസിസ്റ്റന്റ് ആയി ഇരുന്നിട്ടില്ല, ഒരാളോടൊപ്പം അല്ലെങ്കിൽ ആർട്ട് ഫിലിംസോ ഷോർട്ട് ഫിലിംസോ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ നേരിട്ടുള്ള തുടരുന്ന സിനിമ ചെയ്യുകയായിരുന്നു. സോ എക്സ്പീരിയൻസ് ഈസ് എക്സ്പീരിയൻസ്. അനുഭവം അറിവ് ആ അനുഭവത്തിൽ നിന്ന് ആർജിക്കുന്ന അറിവ് തന്നെയാണ്. അപ്പൊ ആ അനുഭവങ്ങളുടെ കുറവുള്ള ആളാണ് തുറന്ന് സമ്മതിക്കുന്നതിൽ എനിക്ക് ഒരു വിമുഖതയില്ല. പക്ഷെ അവിടെയൊക്കെ എനിക്ക് എന്ത് സംശയമുണ്ടെങ്കിലും ഏത് നിമിഷവും പോയി ചോദിക്കാൻ, അത് ഷോർട്ട് വെക്കുന്ന കാര്യങ്ങളിൽ ഉൾപ്പെടെ എന്നെ ഇത്രമേൽ ഷോൾഡർ ചെയ്യുകയും എന്നെ ട്രസ്റ്റ് ചെയ്യുകയും ഞാൻ മനസ്സിൽ കണ്ടതിന് അപ്പുറത്തേക്ക് ആവേൽ ജോഷുവ മാതനെ പെർഫോം ചെയ്യുകയും ചെയ്ത നന്ദി. അത് ഈ പറഞ്ഞ പോലെ ഒരു നടനും സംവിധായകൻ ഞങ്ങൾ തമ്മിൽ നേരത്തെ പരിചയമില്ല. ഈ കഥ പറയാൻ ഫോൺ കോളിനപ്പുറത്തേക്ക് കഥ പറയാൻ പോകുമ്പോഴാണ് ഞങ്ങൾ തമ്മിൽ ജീവിതത്തിൽ ആദ്യമായി കാണുന്നത്. ആ കഥ പറഞ്ഞ് ഇന്ന് സിനിമ റിലീസിന് 10 ദിവസം മുൻപ് എത്തി നിൽക്കുമ്പോൾ ഇന്ന് ഞങ്ങൾ തമ്മിലുണ്ടായിട്ടുള്ള സൗഹൃദവും വ്യക്തിപരമായ അടുപ്പവും ആത്മബന്ധവും എല്ലാ കാലത്തും നിലനിൽക്കണമേ എന്ന പ്രാർത്ഥനയാണ്. അടക്കമുള്ളവർക്ക് ചില കാഴ്ചപ്പാടുകൾ ഉണ്ടാകും, ഇത് എങ്ങനെ വരും, ഇങ്ങനെ ഒരു ചെറിയ സിനിമ ചെയ്യണം. എന്റെ ആദ്യ സിനിമയ്ക്കായി ഞാൻ ക്യാമറമാനെ തരുമ്പോൾ നമ്മുടെ പപ്പേട്ടന്റെ അസോസിയേറ്റ് ഉല്ലാസുണ്ട്. ഉല്ലാസാണ് മനോജ് പിള്ള എന്ന ക്യാമറമാനെ എനിക്ക് സജസ്റ്റ് ചെയ്തത്. ഞാൻ ഉല്ലാസം എങ്ങനെയാണ് പുള്ളിയുടെ പരിപാടി? ഒരു ചെറിയ ക്യാമറമാനാണ്, 10-45 പടങ്ങളെ ചെയ്തിട്ടുള്ളൂ.
മാമാങ്കമാണ് അവസാനം ചെയ്ത സിനിമ. നീ ഇത് വിളിച്ച് സംസാരിച്ചു നോക്കാം. മാമാങ്കം കഴിഞ്ഞിട്ട് മനോജ് കൂടെ ചെയ്യാൻ വരുന്നത് ഉടലാണ്. ചിക്കാറും പാലേരുവാണിക്കവും അടക്കം ഗംഭീര പടങ്ങൾ നമുക്ക് തന്ന മനോജേട്ടൻ, ഞാൻ ദിലീപേട്ടൻ്റെ കാര്യം പറഞ്ഞതുപോലെ ഉടലിൽ തുടങ്ങിയതാണ് ഞങ്ങളുടെ സൗഹൃദം. ഉടല് 19 ദിവസം കൊണ്ട് പൂർത്തിയായ സിനിമയാണ്. മനോജ് പിള്ളേതൊരു ക്യാമറമാൻ ഇല്ലെങ്കിൽ 100 ദിവസത്തിനടുത്ത് ചാർട്ട് ചെയ്ത ഈ സിനിമ 80 ദിവസം കൊണ്ട് തീരില്ല. എന്നേക്കാൾ എനർജിയോടെ ഈ സിനിമയ്ക്ക് വേണ്ടി അധ്വാനം ചെയ്ത ആളാണ് മനോജ് പിള്ള. ഈ പറഞ്ഞതുപോലെ എന്റെ അനുഭവ കുറവിനെ ഞാൻ കവറപ്പ് ചെയ്ത എല്ലാം മനോജ് പിള്ള എന്ന ക്യാമറമാനിലൂടെ. ദിലീപേട്ടൻ്റെ കാര്യം പറഞ്ഞതുപോലെ എപ്പോഴും എന്ത് വേണമെങ്കിലും എനിക്ക് അറിയാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. എപ്പോഴും എന്ത് സംശയങ്ങളും പോയി ചോദിക്കാൻ പറ്റുന്ന, ഞാൻ പതറിൽ പോകാൻ ഇടയുള്ള സന്ദർഭങ്ങളിൽ എന്നെ ഷോൾഡർ ചെയ്ത ആളാണ് മനോജ് പിള്ള. മനോജ് പിള്ളയെ കുറിച്ച് പറയാതെ എനിക്ക് മുന്നോട്ട് പോകാനാണ്. മറ്റ് ഒരുപാട് പേർ, മനോജ്, ഞാൻ മനോജിനെ പേഴ്സണലി പറയുന്ന പുല്ലിൽ കിടക്കുന്ന മത്തങ്ങയാണ്. ഈ പുല്ല് പകർന്ന് മാറ്റി ചെന്നാൽ മത്തങ്ങ കാണാൻ പറ്റും. നല്ല മത്തങ്ങയായിരിക്കും അവിടെ കിടക്കുന്നത്. അങ്ങനെ ഒരാളാണ്. ഒരാളെ വിളിച്ച് സിനിമ ചോദിച്ചാൽ എനിക്ക് അറിയില്ല. സോ ഇഷ്ടപ്പെടാത്ത ഒരു സിനിമ അദ്ദേഹം ചെയ്യില്ല. ചെയ്യുകയാണെങ്കിൽ മനോജകത്തിന്റെ കയ്യെപ്പോലെയുള്ള സിനിമകളെ മനോജകത്ത് ചെയ്യും. കൽക്കത്ത പോലെയുള്ള സിനിമകൾ നമുക്കറിയാം. ഈ സിനിമ നിങ്ങൾ കാണാൻ പോവുകയാണ്. കാണുമ്പോഴറിയാം എന്താണ്, എങ്ങനെയാണ് തങ്കമണിയെ മനോജകത്ത് ഒരുക്കി വെച്ചിരിക്കുന്നത്, എന്താണ് അയാളുടെ ക്രിയേറ്റിവിറ്റി എന്ന്. മനോഭാര ഇനി ഒരു അറിഞ്ഞത് നല്ല ഗംഭീര പാട്ടായിരുന്നു. ഈ സിനിമയിൽ ആ പകലില്ലാതെ ഞാൻ വില്യമിനെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. അപ്പോ വില്യം, ബ്രദർ, താങ്ക് യു വില്യം. അടുത്ത ശ്യാമാണ്. ശ്യാമ ഞാനായിട്ട് 27 മണിക്കൂർ പിണങ്ങിയിരിക്കും വരുന്നത്. ഓരോ 27 മണിക്കൂർ കഴിയുമ്പോൾ അടി നടക്കാറുണ്ട്. ഇന്നലെ രാത്രി ഒരു അടി കഴിഞ്ഞ് പിരിഞ്ഞതാണ്. അവിടെ ശ്യാം വിളിക്കാം. കഴിഞ്ഞ രാത്രി ഒരു അടി കഴിഞ്ഞ് ഞാൻ ഈ പരിപാടി കിട്ടുന്ന പറഞ്ഞ് പിണങ്ങി പോയിരിക്കുകയാണ്. ഈ സിനിമയുടെ എഡിറ്ററാണ് ശ്യാം ശശിധരൻ. ജോസ് സാർ ഒരുപാട് സിനിമകൾ നമ്മുടെ ഗംഭീര പടങ്ങളാക്കി നമ്മുടെ മുമ്പിൽ എത്തിച്ചതാണ്. ഇമാതിരി പരിപാടിക്ക് ഇനി എന്നെ വിളിച്ചേക്കരുതെന്ന് പറഞ്ഞ് ഇന്നലെ പിണങ്ങിപ്പോയി ശ്യാം ഇപ്പൊ കൈവിടി കാണിക്കുന്നത്. താങ്ക് യു ശ്യാം. അപ്പോ ഇങ്ങനെ ഒരുപാട് പേർ, ഇനി എണ്ണിയാൽ ഒടുങ്ങാത്ത ആളുകൾ ഈ സിനിമയിൽ എല്ലാ ദിവസവും ശരാശരി 200 പേർ വെച്ച് ജോലി ചെയ്തിട്ടുണ്ട്. ഒരുപാട് എല്ലാവരെയും പേരിട്ട് പറയാനുള്ള സമയം പരിമിതിയുണ്ട്. അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെയുള്ളവർ ഏകോദര സഹോദരങ്ങളെ പോലെ എന്നോടൊപ്പം ആത്മാർത്ഥമായി എനിക്ക് വേണ്ടി ഈ സിനിമയ്ക്ക് വേണ്ടി നിന്നതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എത്രയോ ദിവസങ്ങൾക്ക് മുൻപ് ഈ സിനിമ നമ്മൾ ആഗ്രഹിക്കുന്നത് മെയിലിൽ ഷൂട്ട് ചെയ്ത് തീർക്കാനായിരുന്നു. ഇനി എനിക്ക് പറയാനുള്ളത് ആർട്ടിസ്റ്റുകളെ കുറിച്ചാണ്. ദിലീപിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. മൃദാജി, ഐ ആം വെരി ഹാപ്പി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എനിക്ക് മൃദാജിയെ കുറിച്ച് വലിയ ധാരണകൾ ഇല്ലാതിരുന്ന സമയത്താണ് സുനിതേട്ടാണ് ഇതിന്റെ സജഷൻ മൃദാജിയെ വിളിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ സംസാരിച്ചു. ഫുൾ സ്ക്രിപ്റ്റ് ഞാൻ ഫോണിലാണ് നരേറ്റ് കേൾപ്പിച്ചത്. ഗംഭീരമായിട്ട് മൃദാജി വന്നു, സപ്പോർട്ട് ചെയ്തു. താങ്ക് യു മൃദാജി. നീതാപിള്ള, അങ്ങനെ ഒരുപാട് വലിയ സുധീർ, അജ്മൽ, അങ്ങനെ ഒരുപാട് പേര്, നമ്മുടെ അമ്മയെ ചേച്ചി, മാളവിക, സ്മീനു, രമ്യ, അങ്ങനെ തുടങ്ങി ഒരുപാട് പേർ. പിന്നെ നമ്മുടെ അതിർത്തി കടന്നെത്തിയ രണ്ട് താരങ്ങൾ ജോൺ വിജയ് ആൻഡ് സമ്പത്ര. അവരെനിക്ക് തന്ന കുറച്ച് തവണയും പറയാം, അവരെനിക്ക് ரொம்ப സപ്പോർട്ട് பண்ணியாச்சு. என்ன கேட்டாலும் கொடுத்தேன். ஓவர் நைட்டு கண்டினியூஸ் ஓவர் நைட் போயிட்டே இருந்தேன். என்கிட்ட எதுவுமே கேட்கல. அவ்வளோ சப்போர்ட் பண்ணியாச்சு. மறக்கவே முடியாது. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. അങ്ങനെ എല്ലാ ഏരിയയിലുമുള്ളവർ എനിക്ക് തന്ന സപ്പോർട്ട്. കട്ടപ്പനയിൽ നിന്ന് സിജുഭായി എത്തിയിട്ടുണ്ട്. കട്ടപ്പനയിലെ പരിസരത്താണ്, തങ്കമണിയുടെ പരിസരത്താണ് സിനിമ ഞങ്ങൾ ഷൂട്ട് ചെയ്തത്. അവിടെ വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തന്നത് സിജുഭായിയാണ്. ഒപ്പം ഷീനോയി. ഈ രണ്ടുപേരെയും മറക്കാൻ പറ്റുന്നതല്ല. സിജുഭായി ഇവിടെയുണ്ട്. സിജുഭായി, താങ്ക് യു സോ മച്ച്. പിന്നെ ഒരുപാട് സുഹൃത്തുക്കൾ, ഞാൻ ആരെയും വിട്ടുപോയതായി പരിപ്പോ തോന്നരുത്. ഞാൻ അത്യാവശ്യം നെർവസ് ആണ്. ഞാൻ അങ്ങനെ പ്രസംഗിക്കാൻ അറിയുന്ന ആളല്ല. അതുകൊണ്ടാണ് ആദ്യം മുതൽ അവസാനം വരെ ഈ സിനിമയ്ക്ക് കട്ടയ്ക്ക് കൂടെ നിന്ന് എല്ലാവരോടും എന്റെ ഹൃദയം നിറഞ്ഞു. ഞാൻ ആരെങ്കിലും തള്ളുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇതാകുകയോ അല്ല, ഹൃദയത്തിൽ തൊട്ട് ഞാൻ പറയുന്ന വാക്കുകളാണ്. അത് ആ അർത്ഥത്തിൽ തന്നെ എടുക്കുന്നത്. പിന്നെ എനിക്ക് പറയാനുള്ളത് എന്റെ സംവിധാന സഹായികളെ കുറിച്ചാണ്. രണ്ടുപേരും ഞാൻ ആദ്യം സ്റ്റേജിലേക്ക് വിളിക്കാം. ലിജു, അഭി. ഈ ആദ്യം വരുന്ന ആളാണ് അഭിജിത്ത്. ഉടൽ മുതൽ എന്നോടൊപ്പം ഉണ്ട്, അസോസിയേറ്റ് ആയിട്ട്. ഈ വരുന്ന ആൾ മറ്റേ രണ്ടാമത് വന്ന ആൾ ജനിച്ച കാലം മുതൽ എന്റെ കൂടെ ഇവിടെ എന്റെ അനിയനാണ്.
അഭിജിത്ത് ഈ പടത്തിന്റെ അസോസിയേറ്റ് ആണ്, ഉടലിന്റെ അസോസിയേറ്റ് ആയിരുന്നു. ലിജു ഈ സിനിമയുടെ പ്രൊഡക്ഷൻ കോർഡിനേറ്ററായിട്ട് എന്നോടൊപ്പം ഉണ്ടായിരുന്നു. ദിലീപേട്ടനോടൊപ്പം ഈ കഥ പറയാൻ പോകുന്ന നിമിഷം മുതൽ ഈ നിമിഷം വരെ ഈ സിനിമയ്ക്ക് വേണ്ടി ഞാൻ അനുഭവിച്ച എല്ലാ സംഘർഷങ്ങളും, എല്ലാ സങ്കടങ്ങളും, എല്ലാ സന്തോഷങ്ങളും അതേ അളവിൽ ഷെയർ ചെയ്യുന്ന രണ്ടുപേരാണ്. അഭിയുടെ സിനിമ വരുന്നുണ്ട്, എന്റെ തിരക്കഥയിൽ അഭി സംവിധാനം ചെയ്ത സിനിമ തൊട്ട് പിന്നാലെ വരുന്നുണ്ട്. ആ വിവരങ്ങളൊക്കെ പിന്നീട് പറയാം. അപ്പം എനിവേ താങ്ക് യു ഗൈസ്. മറക്കട്ടെ അത്രയധികം എന്താണ് പറയാൻ വെച്ചാൽ പറയാം. ഒന്നും പറയണ്ട. ഓക്കെ ജോഫി ബാക്കിയുള്ളവരെ ഇത് ജോഫിൻ എന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത്. എന്റെ സിനിമാ യാത്രയിൽ ആദ്യം മുതലുണ്ടായ ആളാണ്. എന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് സഹോദരനുമാണ്. ഷിനു, ആകാശ് ആൻഡ് ധന്യാണ്. ഇത്രയും പേരാണ് എന്റെ ടീം. ഇവർ ഈ പറഞ്ഞതുപോലെ അഹോരാത്രം ഇന്ന് പുലർച്ചെ വരേക്കും ഇപ്പൊ വരേക്കും ഈ സിനിമയ്ക്ക് വേണ്ടി അഹോരാത്രം കഷ്ടപ്പെടുന്നു. അപ്പൊ ഇവരോട് നന്ദി പറഞ്ഞാൽ തീരില്ല. ജോഫിന്റെ സിനിമ വരുന്നത് അതിന്റെ തിരക്കഥ എന്ത് തന്നെയാണ്. അപ്പൊ രണ്ട് അസോസിയേറ്റുമാർക്കും തിരക്കഥ എഴുതി പൈസ വാങ്ങണം, അതാണ് പ്രശ്നം. അപ്പൊ ഞാൻ കൂടുതൽ വരച്ചു നീട്ടി ബോർഡെടുപ്പിക്കുന്നത് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടോ? ശരിക്കും ഞാൻ ഐറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. വിനീഷേട്ടൻ ഒരാളുള്ളത് കൊണ്ട് മാത്രമാണ് എനിക്ക് രണ്ട് പടത്തിൽ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ സാധിച്ചത്. അത് ഏറ്റവും വലിയ ഭാഗ്യമായിട്ടായിരുന്നു. നന്ദി. ഞാൻ ആദ്യമായി വർക്ക് ചെയ്യുന്ന സിനിമയാണ്. പക്ഷെ 1986 കാലഘട്ടത്തിന്റെ പ്രോപ്പർട്ടി ലിസ്റ്റ് എന്നെ എത്തിച്ചത് എന്നെ കൊണ്ട് വളരെ ചെയ്യാൻ കഴിഞ്ഞു. സന്തോഷം. വളരെ സന്തോഷം. സിനിമ കാണുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. താങ്ക് യു. ഞാൻ ആദ്യമായിട്ടാണ് ഒരു മലയാള സിനിമയിൽ അസിസ്റ്റന്റായിട്ട് വർക്ക് ചെയ്യുന്നത്. റിലീസിനോടായാലും ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ പ്രണകാജിയെ ഒരുപാട് ഹെൽപ്പ് ചെയ്ത ഒരാളാണ്. ആ ഒരു സന്തോഷം എനിക്കുണ്ട്. തങ്കമണിയുടെ ടീമിന് എല്ലാവർക്കും ഒരുപാട് നന്ദി. ഈ മൂവി ഒരുപാട് വിജയമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. സന്തോഷത്തിന് എല്ലാവരും ഇവിടെയുണ്ട്. ജോഡി പൂഞ്ഞ ഇവിടെയുണ്ട്. എല്ലാവരും സന്തോഷവും നന്ദി അറിയിക്കുന്നു. പേര് വിട്ടുപോകാൻ പാടില്ലാത്ത ഒരാൾ BT അനിൽകുമാറാണ്. ഉടലുള്ള സിനിമയ്ക്ക് എന്റെ സിനിമയ്ക്ക് പാട്ട് എഴുതിയ ആളാണ്. ഈ സിനിമയുടെ നമ്മൾ ആസ്വദിച്ച തങ്കമണി പാട്ട് ഉൾപ്പെടെ എല്ലാ പാട്ടുകളും BT അനിൽകുമാറാണ് തിരക്കഥ എത്തിയത്. അപ്പോ ഞാൻ ആദ്യം കഥകൾ ആലോചിക്കുമ്പോൾ ആദ്യം കേൾക്കുന്നവരിൽ വീറ്റോ പവറുള്ള 5 പേരിൽ ഒരാളാണ് BT അനിൽകുമാർ. എനിക്ക് വീറ്റോ പവറുള്ള 5 കമ്മിറ്റി ഉണ്ട്. എന്റെ ഭാര്യ ഉൾപ്പെടുന്ന 5 കമ്മിറ്റി. ഇവർ ആരെങ്കിലും അത് വേണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ കഥ ആലോചിക്കാറില്ല. അങ്ങനെയാണ് ഒരു സിസ്റ്റർ. താങ്ക് യു BT. പിന്നെ അവസാനമായി പറഞ്ഞു നിർത്തുകയാണ്. ഒരുപാട് സമയം എടുക്കുന്ന ബോറടിക്കുന്ന അറിയാം. പറഞ്ഞു നിർത്തേണ്ടത് എന്റെ എല്ലാ സന്തോഷങ്ങൾക്കും പിന്നിൽ പ്രേരക ശക്തിയായി പ്രവർത്തിക്കുന്ന ആളിനെ കുറിച്ചാണ്. അതിന്റെ നല്ല ബാധിയാണ്, ജീവിത പങ്കാളിയാണ് അഞ്ജു. ഇവിടെയുണ്ട്. സ്റ്റേജിലേക്ക് വരുന്നില്ലെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം വിളിക്കാത്തതാണ്. ഈ പറഞ്ഞ വീറ്റോ പവറുള്ള കമ്മിറ്റിയിലുണ്ട്. ലോകത്തിലെ ഏറ്റവും ധീരനായ 10 വനിതകളിൽ ഒരാളായിട്ട് ഞാൻ കാണുന്ന ആളാണ് അഞ്ജു. ഒന്ന് വേറെ തൊഴിലൊന്നുമില്ലാതെ സിനിമ സ്വപ്നം കണ്ടിറങ്ങി തിരിച്ച ഒരാളെ കുറെ കാലം പ്രണയിക്കുകയും ഒരു ജോലിയില്ലാതെ അയാളെ വിവാഹം കഴിക്കാൻ തീരുമാനിക്കുകയും ചെയ്യുന്ന പറഞ്ഞ അസാമാന്യ ധൈര്യം വേണം. എന്റെ എല്ലാ സന്തോഷങ്ങൾക്കും എന്റെ എല്ലാ നേട്ടങ്ങൾക്കും ഇതിലുള്ള ചാലക ശക്തിയുമാണ് അയാൾ തന്നെയാണ്. താങ്ക് യു, ലവ് യു. അപ്പൊ ഞാൻ നിർത്തുകയാണ്. ബാക്കി നടക്കട്ടെ. രതീഷേട്ടാ ഒരു മിനിറ്റ് ഇവിടെ വന്നിട്ട് ഞാൻ കുറച്ചധികം നെർവസ് ആണ്. എനിക്കധികം പ്രസംഗിക്കാനൊന്നും അറിയില്ല എന്ന് പറഞ്ഞ ആളെ മൈക്ക് മേടിച്ചിട്ട് 20 മിനിറ്റ് അല്ലേ? പക്ഷെ എനിക്ക് തോന്നുന്നു രതീഷേട്ടൻ ഈ ഒരു നിമിഷം രതീഷേട്ടൻ തുടങ്ങിയപ്പോൾ പറഞ്ഞു ഈ ഒരു സിനിമ തുടങ്ങുന്നത് സുജിത്തേട്ടൻ എന്നാണ്. അപ്പൊ എനിക്ക് സുജിത്തേട്ടൻ നമ്മളൊന്ന് വേദിയിലേക്ക് സ്വാഗതം ചെയ്യില്ല. സുജിത്തേട്ടൻ ഒന്ന് ഞങ്ങളൊന്ന് വേദിയിലേക്ക് എത്തും. ഈ സിനിമ ഈ സിനിമ തിയേറ്ററിലേക്ക് എത്തുന്നത് ഡ്രീം ബിഗ് ഫിലിംസ് ആണ്. സുജിത്തേട്ടൻ തന്നെയാണ് എത്തിക്കുന്നത്. എന്തായാലും ഒരു 15 മാസത്തെ യാത്രയ്ക്ക് രതീഷിനോട് ഈ ചിത്രം എന്നോട് ഈ കഥ പറയുന്നത് എന്റെ ഓഫീസിന്റെ ഫ്രണ്ട് വന്നിട്ട് ഒന്നോടെ വർക്കെടുക്കാറ് എന്റെ കാറിൽ കഥ പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ ചെയ്യാൻ തീരുമാനിക്കുന്നതും അതിനുശേഷമുള്ള ഒരുമിച്ച് 2 വർഷത്തിന് മുകളിലുള്ള യാത്രയാണ്. അപ്പോൾ എന്തായാലും ചിത്രത്തിന്റെ ഔട്ട്കമ്മിൽ നമ്മളുടെ
നിർമ്മാതാക്കൾ സന്തുഷ്ടരാണ്. അതേപോലെ തന്നെ വി ആർ ഓൾസോ വെരി കോൺഫിഡന്റ് ആസ് എ ഡിസ്ട്രിബ്യൂട്ടർ. ഈ 100% ഉറപ്പാണ് ഈ ചിത്രം പ്രേക്ഷകരിലേക്ക് എത്തും. അത് നല്ല രീതിയിൽ തന്നെ ഇത് പ്രേക്ഷകർ സ്വീകരിക്കും എന്നുള്ളതിൽ സംശയമില്ല. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഈ ചിത്രത്തിന്റെ റിലീസിനും മുന്നോട്ടും പ്രതീക്ഷിക്കും. തീർച്ചയായിട്ടും താങ്ക്സ് ലോട്ട്. താങ്ക് യു വെരി മച്ച്. ഒരിക്കൽ കൂടി അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ നടക്കട്ടെ. യെസ്, സോ ഇതില് പറഞ്ഞ ഒരുപാട് പേരുകളുണ്ട്. പക്ഷെ അതിൽ നിന്ന് ഞാൻ എടുക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു ന്യൂസിൽ വന്നൊരു കാര്യമുണ്ട്. ഏകദേശം 2.5 ഏക്കർ സ്ഥലത്ത് 1986 സെറ്റിട്ടൊരു ആർട്ട് ഡയറക്ടർ ഉണ്ട് നമുക്ക്. സോ എനിക്ക് തോന്നുന്നു നമ്മള് എത്തിയിട്ടില്ലേ? എനിക്ക് തോന്നുന്നു സോ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ ആർട്ട് ഡയറക്ടർ മനോജ് ജനത്. ഒരു നല്ല കൈഡി കൊടുത്താണ് നമുക്ക് സ്വാഗതം ചെയ്യാം. എത്തിയിട്ടില്ല ഞാനല്ല എനിക്ക് ടാറ്റ കാണിക്കുന്നു. ഓക്കെ, ഒപ്പം തന്നെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇപ്പോ രതിചേട്ടൻ വാദമില്ലാതെ സംസാരിച്ചു. അദ്ദേഹത്തെ കുറിച്ച് ഒരു ചെറിയ ക്യാമറമാൻ ആണ് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയ അദ്ദേഹത്തെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. മനോജ് പിള്ളേ. അദ്ദേഹത്തിന്റെ കടലിലൂടെ ഈ സിനിമ 84 ദിവസത്തിൽ ഇതിന്റെ എൻറ്റയർ ഷെഡ്യൂൾ പൂർത്തിയായപ്പോൾ അത് കട്ട് ചെയ്ത് ഒതുക്കിയ ഒരു അടിപൊളി എഡിറ്ററാണ് നമുക്ക് ശ്യാം ശശിധരൻ. അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. 3 പേരെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഒരു നല്ല കൈഡി കൊടുക്കാം 3 പേർക്കും. അയ്യോ വഞ്ചന സ്റ്റാർട്ട് ചെയ്യാണ്. ബാഹുബലിയിൽ വരെ ഉണ്ടായിരുന്ന ആളാണ്. ബാഹുബലിയുടെ സെറ്റിട്ട ആളാണ് നിൽക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ തങ്കമണി പോലെ വലിയൊരു സിനിമ അത്രയും വിശ്വാസത്തോടെ എന്നെ ഏൽപ്പിച്ച രതീഷിനും, പിന്നെ എന്നെ ആദ്യം ഈ സിനിമയ്ക്ക് പിടിക്കുന്നത് മനോജിലായിരുന്നു. അപ്പോൾ ഇത്രയും വലിയൊരു സിനിമ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റി എന്നൊരു വിശ്വാസമുണ്ട്. ബാക്കി ഈ പറഞ്ഞ പ്രേക്ഷകർ സിനിമ കണ്ടതിന് ശേഷം തീരുമാനിക്കും. എല്ലാവർക്കും നന്ദി. ഏറ്റവും കൂടുതൽ നമ്മുടെ എഡിറ്റർ സംസാരിച്ചതിനെ കുറിച്ചാണ്. രതീഷാണ് എന്നെ ഈ പടത്തിന് ഫിക്സ് ചെയ്യുന്നത്. സിനിമ നന്നായിട്ട് വരട്ടെ. എനിക്ക് മൈക്ക് വേണ്ടാന്ന് പറഞ്ഞ എഡിറ്ററാണ് നമ്മളുടെ നേരത്തെ സംസാരിക്കാൻ പറഞ്ഞത്. എഡിറ്റർ ഇല്ല സംസാരിച്ചു. ഇന്ന് നമ്മളെന്നോട് രണ്ടു സിനിമ കണ്ടു, ഇഷ്ടപ്പെട്ടു. രണ്ടു സൗണ്ട് എഫക്ട്സ് കയറുന്നത് ഇത്രയും നാളെ എഡിറ്റർ. മറ്റേ സ്റ്റേജിൽ നിൽക്കുന്നതല്ല, വർക്കിലാണ് കാര്യമെന്ന് തെളിയിക്കുന്ന ആളാണെന്ന് തോന്നുന്നു. അതെ, ഇത് കഴിഞ്ഞിട്ട് കാണാൻ. നമുക്കറിയാം ഇന്നത്തെ ഈ ഒരു ദിവസം നമ്മുടെ സിനിമയുടെ മേക്കപ്പ് മാനെ കൂടെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. റോഷനെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരു നല്ല കൈയ്യടിയോടെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ഒരു മൂവിയില് ഓരോ പോസ്റ്റേഴ്സും അതുപോലെ തന്നെ ടീച്ചർ കണ്ടതിന് ശേഷം നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ മനസ്സിൽ ഓടിയെത്തിയ ഒരു കാര്യമാണ് ആ വർഷത്ത് 1986 പോകുമ്പോൾ അവിടെയുള്ള ഇവരുടെ ലുക്കെല്ലാം റീക്രിയേറ്റ് ചെയ്യാൻ അവർക്ക് അതിമനോഹരമായിട്ട് സാധിച്ചു. സോ റോഷൻ, എങ്ങനെയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? എങ്ങനെയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്, നമ്മുടെ തങ്കമണി എക്സ്പീരിയൻസ്? താങ്ക് യു വെരി മച്ച്. താങ്ക് യു വെരി മച്ച് എല്ലാവരും. രണ്ട് വാക്കെന്ന് പറഞ്ഞ് ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ ഒരു ദിവസം നമ്മളിവിടെ സെലിബ്രേറ്റ് ചെയ്യുന്ന നമ്മുടെ വളരെ ഓഡിയോ ലോഞ്ച് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ സിനിമയിലെ പാട്ട് കേൾക്കണം. പക്ഷെ അതിനൊക്കെ മുൻപ് നമുക്കറിയാം കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മുടെ സിനിമയിലെ ഒരു ലിറിക്കൽ വീഡിയോ സോങ് ഇറങ്ങിയിരുന്നു. അപ്പൊ ആ വീഡിയോ സോങ്ങിലേക്കാണ് നമ്മൾ പോകുന്നത്. നമുക്ക് എല്ലാവരും ഒരുമിച്ച് കാണാം. തങ്കമണിയുടെ ആ ഒരു ലിറിക്കൽ വീഡിയോ സോങ് വളരെ മനോഹരമായുള്ള ലിറിക്സിലൂടെ തന്നെ ആ ഒരു കാര്യം അത് എല്ലാവരുടെയും മുന്നിലേക്ക് വെച്ചിരിക്കുകയാണ്. പെണ്ണിന്റെ പേരല്ല തങ്കമണി, വെന്ത നാടിന്റെ പേരല്ലോ തങ്കമണി. നമുക്ക് നമ്മുടെ മ്യൂസിക് ടീമിനെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. Let me
മ്യൂസിക് ടീമിനെ എല്ലാവരും ഞാൻ ഒരുമിച്ച് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ ലിറിക്സിന്റെ പിന്നിലെ മായാജാലക്കാരൻ BT അനിൽകുമാർ. ഒപ്പം സ്വാഗതം ചെയ്യുന്നു നമുക്ക് വേണ്ടി ഈ പാട്ട് പാടി തന്ന രണ്ടുപേരും നമ്മളോടൊപ്പം എത്തിയിട്ടുണ്ട്. ദേവാനന്ദ് ആൻഡ് രാധിക നാരായണൻ രണ്ടുപേരെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വില്യം സർ. യെസ്, ഞാൻ ചോദിക്കുന്നത് മാത്രമേ മറുപടി പറയുള്ളൂ. സോ എനിക്ക് തോന്നുന്നു വളരെ നല്ലൊരു റെസ്പോൺസ് ആയിരുന്നു എല്ലാവരും കിട്ടിയത്. ഒരിക്കൽ വീഡിയോ വന്ന ഒരു ടൈറ്റിൽ തന്നെ എങ്ങനെയായിരുന്നു ആ ഒരു മ്യൂസിക് ജേർണി തങ്കമണിയുടെ? ആക്ച്വലി ഈ പാട്ട് ശരിക്കും ഉണ്ടായത് ചേട്ടാ കുറച്ച് ഈ പാട്ടിലൊക്കെ എന്റെ ലെവലല്ല, അവിടുത്തെ ലെവൽ. ഈ പാട്ടിന്റെ ശരിക്കും ഫുൾ ക്രെഡിറ്റ് ഈ പാട്ട് നിൽക്കുന്നത് നല്ല എനിക്ക് ഒരു ദിവസം മറ്റേ പാട്ട് അയച്ചു ചോദിച്ചു ലിറിക്സ് തന്നു കഴിഞ്ഞാൽ എനിക്ക് അറിയില്ല, ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല, എനിക്കത് പറ്റുമെന്ന് അറിയില്ല. അല്ലാണ്ട് എനിക്കത് ഞാൻ ലിറിക്സ് അയച്ചത് എന്താ ചെയ്യാം ചെയ്ത് നോക്കാം. ഈ പാട്ട് ഞാൻ ലിറിക്സ് വായിക്കുമ്പോൾ തന്നെ എനിക്ക് ട്യൂണിങ്ങാണ് എനിക്ക് പാട്ട് ലിറിക്സ് ഞാൻ വായിക്കുന്നത്. പിന്നെ സോങ് ലിറിക്സ് പാട്ടിലേക്ക് അടിപൊളി. ബാക്കിയുള്ളൊരു ടോട്ടൽ ജേർണി എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ തങ്കമണിയുടെ ഒരു എൻറ്റയർ മ്യൂസിക് ജേർണി? എല്ലാ പാട്ടുകളും എല്ലാവരും മ്യൂസിക് ജേർണി ഇപ്പോ രതീഷേട്ടൻ പറഞ്ഞ ഏകദേശം 30 ദിവസം ഇരുന്ന് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ആ ബുദ്ധിമുട്ടികൾ എങ്ങനെയുണ്ടായിരുന്നു? അവസ്ഥകളുണ്ട്. അത് ഒരു 9ാമത്തെ 10ാമത്തെ കമ്പോസിഷൻ ആയിരുന്നു സെലക്ട് ചെയ്ത സോങ്. ആ ദിവസം അതാണ് നമ്മൾ ഇന്ന് എല്ലാവരും ഒരുമിച്ച് ലോഞ്ച് ചെയ്യാനായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത്. പറഞ്ഞു ഇതിന്റെ ഈ ഒരു പാട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ അതിന്റെ ക്രെഡിറ്റ് മൊത്തം നമ്മുടെ ലിറിക്സ് ചെയ്ത അനിൽകുമാർ സാറിനാണ്. സോ സർ, ഓവർ ടു യു. എന്താണ് ആ ഒരു ലിറിക്സിന്റെ പിന്നിലെ ആ ഒരു സ്ട്രെങ്ത്, ആ ഒരു ഡെപ്ത്? എല്ലാവർക്കും നമസ്കാരം. ഈ പാട്ട് വാസ്തവത്തിൽ തങ്കമണി എന്ന് പറയുന്ന സ്ഥലത്ത് ഷൂട്ട് നടക്കുന്ന സമയത്ത് തന്നെ എഴുതിയുണ്ടാക്കിയ ഒരു പാട്ടാണ്. കാരണം ഇതിന് ഒരു റെഫറൻസ് പാട്ട്, റെഫറൻസ് മുദ്രാവാക്യം രതീഷ് എനിക്ക് തന്നിരുന്നു. ഇതൊന്നും ഇല്ലെങ്കിലും എഴുതാൻ പറ്റുന്ന അനുഭവങ്ങൾ ഈ തങ്കമണിയുമായി ബന്ധപ്പെട്ട് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. കാരണം ഞാൻ യൂണിവേഴ്സിറ്റി കോളേജ് ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്താണ് 1986 തങ്കമണി സംഭവം നടക്കുന്നത്. അപ്പം ഞങ്ങൾ അന്നത്തെ പ്രതികരിക്കുന്ന വിദ്യാർത്ഥി സംഘടനയിലൊക്കെ ഉള്ള ആൾക്കാരെന്നുള്ള നിലയ്ക്ക് അന്ന് വളരെ കാര്യമായിട്ട് ക്യാമ്പയിനുകളൊക്കെ മുൻനിരയിലുണ്ടായിരുന്ന ആൾക്കാർ കൂടിയാണ് ഞാൻ. അപ്പം എന്തായാലും തങ്കമണി സംഭവം പിന്നീട് അതിന്റെ പശ്ചാത്തലത്തിൽ എൻ്റെ സുഹൃത്ത് തിരക്കഥ എഴുതിയ കാലം മുതൽ എനിക്കറിയാം. ആ പ്രദേശത്തെ ആൾക്കാർ അനുഭവിച്ച ദുരിതവും വേദനയും എനിക്കറിയാം. അപ്പൊ അതുകൊണ്ടാണ് ഒരു പക്ഷേ എനിക്ക് ഈ പാട്ട്, ഈ നമ്മളിപ്പോൾ കേട്ട പാട്ട് ഇങ്ങനെ എഴുതാൻ പറ്റിയത്. പിന്നെ വില്യംസ് പറയുന്ന പോലെയല്ല, ഇതിന്റെ മുഴുവൻ ക്രെഡിറ്റ് ഞാൻ ഒരിക്കലും എനിക്ക് അവകാശപ്പെടാൻ. കാരണം അതിന്റെ ആ പെയിൻഫുൾ മ്യൂസിക് തന്നെയാണ് അതിന് ഇത്രയും കൃത്യമാക്കുന്നത്. കാരണം നമ്മൾ 1-2 വരി കഴിയുമ്പോഴേക്കും ഹൃദയത്തിലേക്ക് അതിന്റെ ഈണം ഇറങ്ങി ചെല്ലുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ മാത്രമല്ല, ഈ പാട്ട് ആദ്യം കേട്ടത് ഞാനാണ്. ഞാൻ ഈ വരി കൊടുത്തിട്ട് ഒറ്റ കേൾവിയിൽ തന്നെ ഇഷ്ടപ്പെട്ട പാട്ട് പിന്നീട് ദിലീപേട്ടൻ കേട്ടിട്ട് അത് നല്ല പാട്ടാണെന്ന് പറഞ്ഞതായിട്ട് പിന്നീട് ജുബിനൊക്കെ പറഞ്ഞപ്പോൾ ജുബിനാണ് എന്നോട് ആ വിവരം പറയുന്നത്. ദിലീപേട്ടൻ കേട്ടിട്ട് ഈ പാട്ടിനെ കുറിച്ച് നല്ല അഭിപ്രായം പറയുന്നുണ്ട്. അപ്പൊ എന്തായാലും വളരെ സന്തോഷം. ഈ പാട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൽ ഒരു പാട്ട് കൂടിയുണ്ട്, അതും ഇഷ്ടപ്പെടുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇങ്ങനത്തെ ലിറിക്സുമായിട്ട് ഞങ്ങൾക്ക് വേണ്ടി മലയാള സിനിമ ആസ്വദിക്കുന്നവരുടെ മുമ്പിലേക്ക് വരുന്നതിന് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു വലിയ ഒരിക്കൽ കൂടി നല്ലൊരു കൈയ്യടി കൊടുക്കാം. താങ്ക്സ് എ ലോട്ട്. ആ ലിറിക്സിലുണ്ടാവുന്ന ഡെപ്തും ആ ഒരു സ്ട്രെങ്തും താങ്ക്സ് എ ലോട്ട് ഫോർ ദാറ്റ്. ആൻഡ് നമ്മുടെ പാട്ടുകാർ അതിൽ 2 പേരാണ് നമ്മളോട് ചേർന്നുള്ളത്. ദേവാൻസ് നമുക്കറിയാം. എനിക്ക് തോന്നുന്നു ദിലീപാനായിട്ട് മറ്റൊരു ബന്ധമുണ്ട്. വർഷങ്ങൾക്ക് മുൻപ് പാടിയിട്ടുണ്ട്. ഏതായാലും ഒന്ന് കേട്ടി തരൂ. 2 വരി പ്ലീസ്. നീ പണ്ടേ എനിക്കൊന്നും പലർക്കും എത്ര പേർക്ക് അറിയാമായിരുന്നു ഈ ഒരു ബന്ധമുള്ള കാര്യം അല്ലെ? ഒരു നല്ല കഴിവ് എടുക്കാൻ. വാട്ട് എ വോയിസ്,
വർഷമായി, പക്ഷെ ആ ശബ്ദത്തിന് മാത്രം ഒരു വ്യത്യാസമില്ല. കൊള്ളാം, താങ്ക്സ് ലോട്ട്. എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു ജേർണി, തങ്കമണിയുടെ ആ ഒരു മ്യൂസിക് ജേർണി? ഒരുപാട് സന്തോഷം തങ്കമണി എന്ന മൂവിയുടെ ഒരു ഭാഗമാകാൻ സാധിച്ചത്. ആദ്യം ഒത്തിരി നന്ദി പറയുന്ന ദിലീപേട്ടനോടാണ്. നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു, ദിലീപേട്ടനുമായിട്ടുള്ള എൻ്റെ 7ാമത്തെ ചിത്രമാണ്. ദിലീപേട്ടൻ്റെ ഞാനിവിടെ യൂസ് ചെയ്ത എല്ലാ പാട്ടുകളും എൻ്റെ കരിയറിലെ ഏറ്റവും പ്രിയപ്പെട്ട പാട്ടുകളാണ്. അപ്പം കരിവിദൂരി പറഞ്ഞു, അറിയാതെ ഇഷ്ടമായുണ്ട്, സിയടി മോശയുണ്ട്, തൊട്ടുരുമ്പിയിരിക്കാൻ പുതിയുണ്ട്, കണ്ണിൽ മാറി ചാരാറുണ്ട്, ഉമ്മറത്ത് ചെമ്പ്, അങ്ങനെ കുറേ പാട്ടുകൾ. ഇതെല്ലാം ഞാൻ പറയാൻ കാരണം അതിൽ തുടങ്ങിയതുകൊണ്ട് ഞാൻ പറയുകയാണ്. ഒരുപാട് സന്തോഷം. ഈ സിനിമയിൽ ഈ പാട്ടുകൾ ഏറ്റവും ഹിറ്റായി മാറട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ വില്യം അനിൽകുമാർ, എനിക്ക് തോന്നുന്നു മലയാള സിനിമയുടെ വരുന്ന സിനിമകളിൽ ഈ 2 പേരുകൾ അപ്രമാണികൾ നമ്മൾ എഴുതിക്കാണെങ്കിൽ ഏറ്റവും ഉണ്ടാകുന്ന കാര്യം യാതൊരു സംശയമില്ല. കാരണം സിനിമ എന്താണെന്നുള്ളത്, മ്യൂസിക് എന്താണെന്നുള്ളത്, ലിറിക്സ് എന്താണെന്നുള്ളത് 2 പേർക്കും ഏറ്റവും ഭംഗിയായിട്ടറിയാം. അതുകൊണ്ട് ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. അതുപോലെ പ്രിയപ്പെട്ട രതീഷ്, എല്ലാവർക്കും ഞാനിത് വക്കീല എല്ലാവർക്കും പ്രത്യേകം നന്ദിയും സ്നേഹം അറിയിക്കുകയാണ്. ഞങ്ങളും ഒരുപാട് നന്ദി സ്നേഹം അറിയിക്കുകയാണ്. ഈ മനോഹരമായ പാട്ട്, ഇനി പാടാനുള്ള ഒരുപാട് പാട്ടുകൾ, ഇതിന് കേൾക്കാൻ പോകുന്ന, നമ്മൾ ലോഞ്ച് ചെയ്യാൻ പോകുന്ന ഒരു പാട്ടിന് രാധിക ഓഫ് ചെയ്യൂ. രാധിക ഒരു സൗണ്ട് കൂടി, അതിന്റെ ഒരു ഡെപ്ത് കൂടി വന്നപ്പോഴാണെന്ന് തോന്നുന്നു എനിക്ക് ഈ നമ്മൾ കേട്ട പ്രത്യേകിച്ച് ആ ഒരു പാട്ടിന്റെ തന്നെ പെയിൻ ഡെലിവർ ആവുന്നത് കംപ്ലീറ്റ് ആയിട്ട്. സോ നമുക്ക് ആ ഒരു പാട്ട് പാടിത്തന്നെ തുടങ്ങിയല്ലോ. നിങ്ങൾ 2 പേരും ഒരുമിച്ച് 2 പേരും ഞങ്ങൾക്ക് പാടി തുടങ്ങാം. ഇപ്പൊ നമ്മൾ കേട്ട പാട്ടാണെങ്കിലും ഏതെങ്കിലും ഇതില് ഏതെങ്കിലും ഒരു പാട്ട് നമ്മൾ ലോഞ്ച് ചെയ്തത് വേണ്ട. ഞാൻ പാടിയിരിക്കുന്ന ഭാഗം അത് ക്ലൈമാക്സിലുള്ളതാണ്, അതുകൊണ്ട് എനിക്ക് പാടാൻ പറ്റില്ല. ഇല്ല, അതെനിക്ക് തോന്നുന്നു പാടിയ ആളെ കൊണ്ട് പാടിപ്പിക്കാം. 1 മിനിറ്റ്. ശരി, എങ്ങനെയുണ്ടായിരുന്നു ആലോചന? ഒരുപാട് സന്തോഷം ഇത്രയും വലിയൊരു സിനിമയുടെ ഭാഗമാവാൻ സാധിച്ചതിൽ. വില്യം എന്നെ പാടാൻ വിളിക്കുന്ന സമയത്ത് രാധിക ഒരു പാടി നോക്കുമെന്ന് ഒന്ന് നോക്കുന്നതാണ് വിളിച്ചത്. അപ്പോൾ എനിക്ക് സ്ട്രൈറ്റ് ആവുമെന്നൊരു ഉറപ്പുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരുപാട് സന്തോഷം. രതീഷേട്ടനും ഒരു വലിയ താങ്ക്സ് പറയാണ്. വില്യം യെസ്, താങ്ക്സ് എ ലോട്ട്. എന്റെ അടുത്ത് ഒന്ന് പറഞ്ഞു, ആ പാട്ട് പാടിയത് ഞാനാണ് എന്ന് പറഞ്ഞു എന്റെ അടുത്ത്. അപ്പൊ ആ പാട്ട് ഞങ്ങൾക്ക് വേണ്ടി പാടി തരുമോ? പെണ്ണിന്റെ പേരല്ല തങ്കമണി, നൊന്ത നാടിന്റെ പേരല്ലോ തങ്കമണി. പാതിരാ നേരത്ത് കാലിലുൾ കൈയുമായി കാക്കി കൂത്താടിയ തങ്കമണി. രാത്രിക്കും രാത്രിക്കും പേ പിടിച്ചു, നല്ല നാടിന്റെ നടുത്തല്ലും തച്ചുടച്ചു. മാനം കവർന്നവർ ചോര പോതി, മേലെ വാനം വനം നൊന്ത് കണ്ണ പൊത്തി. എനിക്ക് തോന്നുന്നു ഇതാണ് ആ ഒരു മൊമെന്റ്. നിങ്ങൾ എല്ലാവരും വരുത്തിക്കൊണ്ട് തന്നെ നമ്മളെല്ലാവരും എന്നോട് ആഘോഷിക്കും. നമ്മുടെ ഓഡിയോ ലോഞ്ച് കൂടിയാണ്. അപ്പൊ ഓഡിയോ ലോഞ്ചിലേക്ക് തന്നെ നമുക്ക് കടക്കാം. സോ ഓഡിയോ ലോഞ്ചിലേക്ക് കടക്കുന്നതിന് മുൻപ് തന്നെ നമ്മുടെ ഡയറക്ടറിനെയും പ്രൊഡ്യൂസറിനെയും ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. Ravi sir, Radisha, please do join me. And നമ്മുടെ entire cast and crew നെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ ഇത്രയും വലിയൊരു സ്റ്റേജ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു മൊമെന്റിന് വേണ്ടിയിട്ടാണ്. സോ എല്ലാ കാസ്റ്റ് ആൻഡ് ക്രൂ എല്ലാവരെയും ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങൾ എല്ലാവരും വന്ന് ജോയിൻ ചെയ്യണം എന്നുള്ളത് എന്റെ ഒരു എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ്. സോ entire cast and crew ഒന്ന് പെട്ടെന്ന് ജോയിൻ ചെയ്തു. Each and everybody, all the cast and crew, can you please join me? Yes. Even the crew, നമ്മുടെ technicians ആണെങ്കിലും please do join us. Once again inviting the entire cast and crew of Thangamani. So in the event തുടങ്ങിയ ഒരു മൊമെന്റ് മുതൽ നമ്മൾ പറയുന്നതാണ് the tagline is welcome to the audio launch. So audio launch ആ ഒരു മൊമെന്റിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അതിനുവേണ്ടി തന്നെ ഒരിക്കൽ കൂടി ഇത് നമ്മുടെ കാസ്റ്റ്
ഗ്രൂ ആയിട്ട് ബാക്കിയുണ്ടെങ്കിൽ എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. We are all set for that very happening moment. And നമുക്കറിയാം നമ്മുടെ ഈ ഒരു മൂവിയുടെ ഡെക്ലോണിയുടെ ഓഡിയോ റൈറ്റ്സ് സൈനിക്കാണ്. സോ സൈനിക് മിസ്റ്റർ ആഷിഖ് is there. So മിസ്റ്റർ ആഷിഖിനെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാൻ ഒരു നല്ല കഴിവുകൊണ്ട് നമുക്ക് അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. And this is the time. പക്ഷേ ആ ഒരു ഡിസ്കോഗ്രഫി റിവീൽ ചെയ്യുന്നത് ഇന്നത്തെ ഈ ഒരു ദിവസം നമുക്ക് മുഖ്യ അതിഥിയായി എത്തിയിരിക്കുന്ന ഒരാളാണ്. എനിക്ക് തോന്നുന്നു മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ നമ്മൾ ഏവരും ഒരുപാട് ബഹുമാനത്തോടും ഒരുപാട് സ്നേഹത്തോടും കൂടി കാണുന്ന ഒരു വിശിഷ്ട വ്യക്തി തന്നെയാണ് അദ്ദേഹം. ഒരുപാട് സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി ഞാൻ ജോഷി സാറിന്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ ഈ ഒരു ദിവസം ഈ ഒരു വേദിയുടെ മാറ്റി കൂട്ടുന്നതിന് വേണ്ടി ഒപ്പം ആ ഒരു ഡിസ്കോഗ്രഫി റിവീൽ ചെയ്തുകൊണ്ട് ഇന്നത്തെ ഈ ഒരു ഓഡിയോ ലോഞ്ച് നമ്മുടെ തങ്കമണിയുടെ ആ ഒരു ഡിസ്കോഗ്രഫി റിവീൽ ചെയ്യുന്ന ആ മൊമെന്റിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ആൻഡ് Ashik, can I request you to get the discography? There we go. And revealing the Joshi sir and Wilson. Let's do it. With all your permission, ladies and gentlemen, here, this is the moment. We are revealing the discography of Thangamani. There we go. The entire cast and crew on the chair will come. Let's take a beautiful picture. Everyone, request you. And let's capture this moment. In the audio launch event in the A2 Maramaramayu. The mission to the Naya, and the Gamer to create a Joshi sir, you revealing guys in the reward. So, ladies and gentlemen, I will say thanks a lot. Our party, that is very important, right? Even if this is a party, so I would request all of you to get back to the seats because we are moving on.